ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ സ്മാർട്ട് ടിപ്സ് ആണ്. നമ്മൾ മാർക്കറ്റിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങി വന്ന് ഇതേപോലെ ട്രാൻസ്പെറൻറ്റ് ഡബ്ബകളിലൊക്കെ ആക്കി വെക്കാറുണ്ട്. ഇങ്ങനെ ട്രാൻസ്പെറൻറ്റ് ഡബ്ബയിലാക്കി വെക്കുമ്പോൾ നമുക്ക് എളുപ്പമാണ് എന്തോ തീർന്നു പോയേ എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പം നോക്കി, ഇതിനകത്ത് നമ്മുടെ ചെറുപയർ തീരാറായിരിക്കുക. ഇപ്പം തീരാറാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതിപ്പോൾ ഞാൻ ഒരേ വലിയ ഡബ്ബ ആയതുകൊണ്ട് പയറും പരിപ്പും അതാത് കവറുകളിൽ ഒരേ ഡബ്ബകളിൽ ആക്കി വെച്ചിരിക്കുക. അപ്പോൾ ഇപ്പം നോക്കി, നമുക്കിതിനകത്ത് ചെറുപയർ തീരാറായി. അപ്പോൾ നമുക്കിത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഇത് തീരുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നമ്മൾ എടുക്കുമ്പോൾ തന്നെ അതങ്ങ് നോട്ട് ചെയ്ത് വെക്കാനുള്ള ഒരു പേപ്പറും പെന്നും അല്ലെങ്കിൽ പെൻസിലും നമ്മുടെ അടുത്തുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിരിക്കും. അപ്പം അതിനായിട്ട് ഇത് ഞാൻ കണ്ടോ, നമ്മുടെ ഫ്രിഡ്ജിൽ തന്നെ ഞാനൊരു പേപ്പർ, ഇത് ഫ്രിഡ്ജിൽ തന്നെ ഞാനൊരു പേപ്പറും അതിനടുത്ത് തന്നെ ഒരു പെൻസിലും എടുത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഇത് തീർന്നു പോകുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതങ്ങ് എഴുതി വയ്ക്കും. ഇതിപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ കാണിക്കും. ഇതുപോലൊരു മാഗ്നറ്റ്, ചെറിയ ഒരു മാഗ്നറ്റ് പീസ് നമുക്കത് വാങ്ങാൻ കിട്ടും. ഇതേപോലെ മാഗ്നറ്റുകൾ വാങ്ങാൻ കിട്ടും. കിട്ടിയില്ലെങ്കിൽ നമുക്കത് പഴയ ടോയ്സ് ഒക്കെ പൊളിച്ചാൽ അതിനുള്ളിൽ കാണും. അപ്പോൾ ഇതുപോലൊരു ക്ലിപ്പ് ഇട്ട് വെച്ചാൽ, ക്ലിപ്പ് ഇരുമ്പായതുകൊണ്ട് അതിലിങ്ങനെ ഒട്ടിപ്പിടിച്ചിരുന്നോളൂ, അതിലിങ്ങനെ മാഗ്നറ്റ് പിടിച്ചിരുന്നോളൂ, ഉണ്ടോ? എന്നിട്ട് പഴയ പേപ്പറുകളൊക്കെ നമുക്കിങ്ങനെ കീറി ഒരു പാഡ് പോലെ ആക്കി വെക്കാം. അത് കഴിഞ്ഞത് ഒരു പെൻസിൽ ഇതേപോലെ ഫ്രിഡ്ജിൽ വെക്കണമല്ലോ. അതിന് ഞാൻ ഇതിനകത്ത് തന്നെ വേറൊരു മാഗ്നറ്റ് സെലോ ടേപ്പ് വെച്ച് ചുറ്റി വെച്ചിരിക്കുക. അത് ഗം വെച്ച് ഒട്ടിച്ചും വെക്കാം. നമുക്കിതങ്ങ് ഫ്രിഡ്ജിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ പുറത്തോട്ട് ഈ ക്ലിപ്പ് അങ്ങ് വെച്ചാൽ അതവിടെ ഒട്ടിയിരുന്നോളൂ. നമ്മുടെ തീർന്നു പോകുന്ന സാധനങ്ങൾ നമുക്ക് ഇവിടെ എഴുതി വയ്ക്കാം. ഇപ്പം എൻ്റെ തീർന്ന സാധനങ്ങളൊക്കെ ഞാൻ എഴുതി വെച്ചിരിക്കുക. ഇപ്പം നമ്മൾ എന്തോ കണ്ടേ? ചെറുപയർ തീർന്നു പോയി. അപ്പോൾ ചെറുപയർ നമുക്ക് പേരെഴുതി ഇവിടെ വെക്കാം. അങ്ങനെ ഓരോ ആഴ്ചയിലും നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഈ പേപ്പർ നമ്മൾ ഒന്നിൽ ഇതങ്ങ് ഫോട്ടോ എടുത്തുകൊണ്ട് പോകുമോ, അതല്ലെങ്കിൽ ഇങ്ങനെ ഫുള്ളായാലും ഇത് എടുത്തുകൊണ്ട് പോകാം, അല്ലെങ്കിൽ ഇങ്ങനെ കീറി എടുത്തുകൊണ്ടങ്ങ് പോവാം. ഇത് കീറി പേഴ്സിനകത്ത് വെച്ചിരുന്നാൽ മതി ഈ പേപ്പർ. നമ്മൾ ഷോപ്പിൽ ചെല്ലുമ്പോൾ നമ്മൾ മറന്നു പോകും, ചിന്തിക്കേണ്ട എന്തൊക്കെയാണ് വാങ്ങിക്കാനുള്ളത്. അതേപോലെ പോകുന്ന നേരത്തെ കീറി എടുക്കുന്നില്ലെങ്കിൽ ഇതുപോലെ ഫോണിൽ അതിൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ട് പോയാലും മതി. അടുത്ത ടിപ്സ്, നമ്മുടെ എപ്പോഴും വീട്ടിൽ കാണാതെ പോകുന്ന സാധനമാണ് നമ്മുടെ താക്കോല്. നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വന്ന് വണ്ടിയുടെയും വീടിൻ്റെ ഒക്കെ ചാവി ഒന്നീ മേശപ്പുറത്തിടും, അല്ലെങ്കിൽ വേറെ സോഫായാലോ എവിടെയെങ്കിലും അങ്ങ് വെക്കും. പിന്നെ നമ്മൾ പോകാൻ നേരം ഇതെല്ലാം തപ്പി നടക്കും. അപ്പോൾ ഇത് കാണാതെ പോകാതെ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം. ഒരു കീ ഹോൾഡർ നമുക്ക് തന്നെ വീട്ടിലുണ്ടാക്കാം. ഇതെനിക്ക് ഇങ്ങനെ ഒരു പീസ് കിട്ടിയതാണ്. അതല്ലെങ്കിൽ ഈ പ്ലൈവുഡിൻ്റെ ഒക്കെ കഷ്ണങ്ങൾ കിട്ടും, അതായാലും മതി. പ്ലൈവുഡിൻ്റെ പീസോ അല്ലെങ്കിൽ ഈ നല്ല ഡബ്ബകളുടെ നല്ല അടപ്പായാലും ഇതിനുപയോഗിക്കാം. ഇത് ഡബിൾ ടേപ്പ് ആദ്യം ഈ പ്ലൈവുഡിലോട്ട് ഒട്ടിച്ചിട്ട് ഈ വോളയിലോട്ടങ്ങ് ഈ പ്ലൈവുഡ് ഒട്ടിച്ച് വയ്ക്കാം. അപ്പോൾ അതങ്ങ് അവിടെ ഉറച്ചങ്ങ് ഇരുന്നോളൂ അവിടെ. എന്നിട്ട് ഞാൻ ഇതിൽ ആണി അടിച്ചു വെച്ചിരിക്കുന്നത് കണ്ടില്ലേ, ചെറിയ മുള്ളാണി അടിച്ചു വെച്ചിരിക്കുക, ചാവി തൂക്കിയിടാൻ വേണ്ടി. മുള്ളാണി തന്നെ അടിക്കണം എന്നില്ല, നമുക്ക് ഇതിൻ്റെ ഇങ്ങനത്തെ സ്റ്റിക്കർ ക്ലിപ്പ് കിട്ടുമല്ലോ, സ്റ്റിക്കർ ക്ലിപ്പ് നമുക്ക് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് അതിൽ ചാവി തൂക്കിയിട്ടാലും ഭംഗിയായിരിക്കും. നമുക്ക് ഏതാ കൺവീനിയൻറ്റ് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഈ താക്കോലൊന്നും നമ്മുടെ നിന്ന് പോകാതെ എവിടെയെങ്കിലും ഒരു ഭാഗത്ത്, ഇവിടെ കിച്ചണിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ റൂമിലോട്ട് കയറി വരുന്നതിൻ്റെ സൈഡിലോ അങ്ങനെ എവിടെയെങ്കിലും ഇതിങ്ങനെ ഒട്ടിച്ച് വയ്ക്കാം. വോളയിലോ അല്ലെങ്കിൽ നമ്മുടെ ഡോറയിലോ എവിടെ ആണെങ്കിൽ ഇത് നമുക്കത് ഈസി ആയിരിക്കും, നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ. ചെറിയ കുട്ടികളൊക്കെ ഉള്ളിടത്താണെങ്കിലും ഇങ്ങനെ ചാവി അവരുടെ കയ്യിൽ പെടാതെ നമുക്കിങ്ങനെ തൂക്കിയിട്ടാൽ എളുപ്പമായിരിക്കും. അടുത്തത് മാഗ്നറ്റിക് നൈഫ് ഹോൾഡറാണിത്. ഇത് കണ്ടില്ലേ, നമുക്കിങ്ങനെ നമ്മുടെ നൈഫൊക്കെ ഒന്നിച്ചിട്ടാൽ ഇതിൻ്റെ മൂർച്ച പോകും എന്നൊക്കെ പറയാറില്ലേ. അപ്പോൾ ഒന്നിച്ച് സൂക്ഷിച്ച് വെക്കാതെ ഇതിങ്ങനെ ഒന്നിലൊന്ന് തൊടാതെ ഇങ്ങനെ ഇരുന്നോളും നൈഫും
സിസേഴ്സും ഒക്കെ ഇങ്ങനെ നമുക്ക് സൂക്ഷിച്ചു വെക്കാം. ഇതിനെ മാഗ്നറ്റിക് നൈഫ് ഹോൾഡർ എന്നാണ് പറയുന്നത്. ഇതിനെക്കുറിച്ച് ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. അധികം വിലയൊന്നുമില്ല. ഇതിനെക്കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് കാണിച്ചു എന്നേ ഉള്ളൂ.